ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് LSG തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അത് കൂടാതെ തന്നെ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ മത്സരം നടക്കുന്ന മെയ് 17-ാം തീയതി കൃത്യം 7:30 നമ്മുടെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. അത് മുംബൈ ഇന്ത്യൻസിന്റെ ഹോം ഗ്രൗണ്ടിലുള്ള ലാസ്റ്റ് മത്സരമാണ്. മുംബൈ ഇന്ത്യൻസിന്റെ ഹോം ഗ്രൗണ്ടിൽ തന്നെയാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത്. സോ ഇതുവരെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. കാരണം ഏകദേശം ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഇനി ഒരു 200 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു കുറവേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ റീസെൻ്റ് ആയിട്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ ഹോം ഗ്രൗണ്ടായ വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന കുറച്ച് പെർഫോമൻസും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പിച്ചിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്യുന്ന വിക്കറ്റ് ടേക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയേണ്ട മെയിൻ ഒരു കാര്യമാണ് മഴ പെയ്യോ ഇല്ലയോ എന്ന്. അത് ഞാൻ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ റീസെൻ്റ് ആയിട്ട് നടന്ന പെർഫോമൻസ് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ റീസെൻറ്റ് മത്സരങ്ങളാണ് നോക്കുന്നത്. റീസെൻ്റ് ആയിട്ട് നടന്ന മത്സരം എന്ന് വെച്ചാൽ നമ്മുടെ SRH വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലായിരുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ SRHനായിരുന്നു. 173 റൺസിന് 8 ഓവറിലായിരുന്നു അവർ റൺസ് സ്കോർ ചെയ്തത്. അത്യാവശ്യം റൺസ് സ്കോർ ചെയ്ത ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ നമ്മുടെ ട്രാവിസ് ഹെഡും അതുപോലെ തന്നെ നമ്മുടെ പാറ്റ് കുമിൻസ് ഒക്കെയാണ് അത്യാവശ്യം റൺസ് എടുത്തത്. അതുപോലെ തന്നെ കൂടുതൽ വിക്കറ്റ്സ് എടുത്തത് 3 വിക്കറ്റ് ഹർദിക് പാണ്ഡ്യ, 3 വിക്കറ്റ് പീയൂഷ് ചോള, 1 വിക്കറ്റ് ജാസ്പ്രീത് ബുംറ, 1 വിക്കറ്റ് ഒരു കംബോജ അങ്ങനെ പറയുന്നൊരു പുള്ളിയാണ്. ഫാസ്റ്റ് ബോളർ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഇന്നിങ്സോട്ട് നോക്കുന്ന സമയത്ത് ഒരു ആകെ മാർക്കോ ജെയിൻസിനും പാറ്റ് കുമിൻസും ഭുവനേശ്വർ മാത്രമേ ഓരോരോ വിക്കറ്റ്സ് വീതം എടുത്തിട്ടുള്ളൂ. സോ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ ഫാസ്റ്റ് ബൗളേഴ്സിന് തന്നെയാണ്. സോ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഫാസ്റ്റ് ബൗളേഴ്സിന് ഇടാൻ ശ്രമിക്കുക. സെക്കൻഡ് ഇന്നിങ്സ് ഈസി ആയിട്ട് വിന്നാവാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ് കേട്ടോ. ടോസ് കിട്ടി ഫസ്റ്റ് ബാറ്റിംഗ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സെക്കൻഡ് ബാറ്റിംഗ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ദെൻ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിലൊരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ KKR ആയിരുന്നു. ആ ഒരു മത്സരം സെക്കൻഡ് ബാറ്റിംഗ് ഫ്ലോപ്പ് ആവുമായിരുന്നു ചെയ്തത് കേട്ടോ. 160 റൺസിന് 10 ഓവർ ഓൾ ഔട്ട് ആവുമായിരുന്നു ചെയ്തത്. കൂടുതൽ വിക്കറ്റ് എടുത്തത് നുവാൻ തുഷാര, ദെൻ ജാസ്പ്രീത് ബുംറ, ദെൻ അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ, പീയൂഷ് ചോള ഇവരൊക്കെയാണ് റൺസ് കൂടുതൽ വിക്കറ്റ്സ് എടുത്തിട്ടുള്ളത്. കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സ് തന്നെയാണ് വിക്കറ്റ് എടുത്തിരുന്നത്. അതിൽ ഡൗട്ട്സോ കാര്യങ്ങളൊന്നുമില്ല. ദെൻ അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൽ വിക്കറ്റ്സ് എടുത്തത് മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് വിക്കറ്റ്സ് എടുത്തത് മിച്ചൽ സ്റ്റാർക്ക് 4 വിക്കറ്റ്, വരുൺ ചക്രവർത്തി 2 വിക്കറ്റ്, സുനിൽ നായർ 2 വിക്കറ്റ്, ആൻഡ്രേ റസൽ 2 വിക്കറ്റ്. കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സ് തന്നെയാണ് ഇവിടെയും നമുക്ക് നോക്കുമ്പോൾ പറയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരാണ് അത്യാവശ്യം റൺസ് ഇവിടെ സ്കോർ ചെയ്തിട്ടുള്ളത്. എനിക്ക് നോക്കിയാൽ മനസ്സിലായി. ഇവിടെ ആകുമ്പോൾ നമ്മുടെ വെങ്കടേഷ് അയ്യരും അപ്പുറത്തെ ഇന്നിങ്സ് ആകുമ്പോൾ നമ്മുടെ സൂര്യകുമാർ യാദവുമാണ് റൺസ് സ്കോർ ചെയ്യുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിംഗ് സർഫസ്ഡായുള്ള ഗ്രൗണ്ടാണ്. പക്ഷേ ഈ ഒരു മത്സരമൊക്കെ കൂടുതലും എന്തായാലും ബൗളിംഗ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ LSGക്ക് -പോയിൻ്റാണ്. അവർ നല്ല റൺ റേറ്റോട് കൂടെ ജയിച്ചാൽ മാത്രമേ അവർക്കൊരു വിന്നിങ് ഇതുള്ളൂ. ഇപ്പം നമ്മുടെ DC ആകുമ്പോൾ -റൺ റേറ്റിലാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആകെ പോസിബിലിറ്റീസ് ഉള്ളത് CSK, SRH, ദെൻ അതുപോലെ തന്നെ RCB. ഈ 3 ടീമുകൾക്ക് RCB, LSG ഇവർക്കൊക്കെയാണ് ചാൻസ് ഉള്ളത്. ഇതിൽ എങ്ങനെ പോയിൻറ്റ്സ് എടുക്കണം അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ വിന്നിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലും LSGയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ LSG ഇപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ അത്യാവശ്യം റൺസ് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതേസമയം സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ കൂടുതൽ വിക്കറ്റ്സ് എടുക്കാൻ, അതായത് ഫസ്റ്റ് ഓവറിൽ തന്നെ കൂടുതൽ വിക്കറ്റ്സ് എടുത്തിട്ട് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരൊക്കെ ഡൗൺ ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് റൺസ് എടുത്ത് കുറച്ച് റൺസല്ലേ ആവുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് വിൻ ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും കൂടുതലും കളിക്കുക. അതേസമയം സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിലും കൂടുതൽ വിക്കറ്റ് വീഴും. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, ഫാസ്റ്റ് ബൗളേഴ്സിനെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. സ്പിന്നേഴ്സിന് വേണമെന്ന് ചോദിച്ചാൽ വേണം, ബട്ട് അത്ര പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു പിച്ചിൻ്റെ ഘടനയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കൂടുതലും ഫാസ്റ്റ് ബൗളേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പിച്ചിൽ തന്നെ ഏകദേശം 31 വിക്കറ്റ്സാണ് നമ്മുടെ ഈ ഒരു വാങ്കഡെ സ്റ്റേഡിയത്തിൽ വീണിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബാറ്റിംഗ് പിച്ചാണ് ബോളിംഗ് പിച്ചാണ്. പക്ഷെ റൺസും വരാറുണ്ട് കേട്ടോ. നമുക്കത് റൺസ് വരില്ല എന്നൊന്നും ഇങ്ങനെ എടുത്ത് പറയാനായിട്ട് പറ്റില്ല. കൂടുതലും വിക്കറ്റ്സ് വീഴാറുണ്ട്. അതുപോലെ തന്നെ ആവറേജ് സ്കോർ നോക്കുന്ന സമയത്ത് 170 റൺസാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് 931 വിക്കറ്റ്, സ്പിൻ ബോളേഴ്സ് 374 വിക്കറ്റ്സോ. സ്പിൻ ബോളേഴ്സിൻ്റെ 3 ഇരട്ടിയാണ് ഫാസ്റ്റ് ബോളേഴ്സ് വിക്കറ്റ്സ് എടുത്തിട്ടുള്ളത്. വെതർ റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് 10% മഴ പെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്.
പെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ക്ലൈമറ്റ് എന്താണെന്ന് അറിയില്ല. ഇതിപ്പോൾ ഒരു ദിവസം മുന്നുള്ള ഫോർകാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വെതർ റിപ്പോർട്ട്. സോ ആ ഒരു ടൈമിൽ എങ്ങനെയാണെന്നല്ല 10% മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗൂഗിളിൽ മറ്റേ വെതറിൽ ഇങ്ങനെ നോക്കി കാണാൻ പറ്റുമല്ലോ, നാളെ ഈ ഒരു സമയത്ത് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ബട്ട് കൺഫേംഡ് അല്ല. 10% ഉള്ളൂ. 50% പറഞ്ഞാൽ ഇതുവരെ പെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10% അധികം പെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. ഇൻ കേസ് പെയ്താൽ തന്നെ ഓവേഴ്സ് റെഡ്യൂസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും മത്സരം നടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് പോകുന്നത്? കൂടുതലും ഫാസ്റ്റ് ബൗളേഴ്സിന് സപ്പോർട്ടായിട്ട് നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല റൺസ് വരും, ബട്ട് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരേക്കും കൂടുതൽ റൺസ് എടുക്കാനുള്ള പോസിബിലിറ്റി എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു അഭിപ്രായം തന്നെയാണ്. കൂടുതലും അങ്ങനെ ആയിരിക്കും കൂടുതലും വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ബൗളേഴ്സിനെ തീർച്ചയായിട്ടും ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ നിങ്ങൾ വിന്നാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 2-3 കിഡിലിൻ ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഫോക്കസ് ഇല്ല എന്ന് പറഞ്ഞ ഒരു കിഡിലിൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഡെയിലി ഒരു ഗിവ് കൊടുക്കുന്നുണ്ട്. അതാണ് ഒരു മെയിൻ ഹൈലൈറ്റ്. ഇത് കണ്ടില്ലേ, ₹0 ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലിങ്ക് വഴി നമ്മളെ ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ₹500 ക്യാഷ് ബോണസ് കിട്ടും. ആ ബോണസ് വെച്ച് നിങ്ങൾക്ക് കുറച്ച് കളിക്കാനൊക്കെ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ 5+1 എന്ന് പറഞ്ഞ ഫാൻറ്റസി ഓപ്ഷൻ ഉണ്ട്. 6 പ്ലേയേഴ്സിനെ മാത്രം പിക്ക് ചെയ്തിട്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് വേറെ ആപ്ലിക്കേഷനിലൊന്നും ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. സോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോക്കസ് 11 ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സ് 11 ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും തീർച്ചയായും ട്രൈ ചെയ്യണം. കാരണം ഒരുപാട് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട്സിലാണ് ഇവരിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ പ്രത്യേകത അതാണ്. നമ്മൾ ഡ്രീം 11 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം എൻട്രി ഫീസ് കുറവായിട്ടാണ് ഇവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് എനിക്ക് എടുത്ത് പറയാനുള്ളത്. നമ്മുടെ ഡ്രീം 11 ₹3,800 കോൺടെസ്റ്റൊക്കെ എവിടെ നോക്കിയാലും 3,500 ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ₹300 ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ. ഒരു കോൺടെസ്റ്റ് മാത്രമേ എടുത്ത് പറഞ്ഞുള്ളൂ. അതുപോലെ ഒരുപാട് കോൺടെസ്റ്റുകൾ അതിൽ എൻട്രി ഫീസ് കുറവുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുബേര ആണെങ്കിലും ഇവിടെ നമുക്ക് സാധാ ഡ്രീം 11 ₹299 കാണുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നതിന് നിങ്ങൾ വെറും ₹260 കളിക്കാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു ₹300 ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വരുന്നത്, ₹30 ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. ₹39. ഇത് ചെറിയൊരു എമൗണ്ട് അല്ല. ഒരു ചെറിയ കോൺടെസ്റ്റിനാണ് ഇത്രയും എൻട്രി ഫീസ് കുറവെങ്കിൽ അപ്പോൾ വലിയ കോൺടെസ്റ്റിനൊക്കെ എത്ര എൻട്രി ഫീസ് കുറവുണ്ട്. സോ അതുകൊണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാതാണെങ്കിൽ കുബേര ഫാൻറ്റസി ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ 5 പ്ലേയേഴ്സിന് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ളത് ആരാണോ അവർ പിക്ക് ചെയ്ത് നമുക്ക് ടീം ഇട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വിഷനിലാണ് ഡെയിലി ₹50,000 ഗീവ് കൊടുക്കുന്ന ഏക ആപ്ലിക്കേഷനാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ ഡെയിലി ഇവർ ഗീവ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഫേക്ക് ആണെന്ന് ആ ഗീവ് കോൺടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി തപ്പിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ കണ്ടില്ലേ, ₹0 ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാനിവിടെ പൈസ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. ചുമ്മാ ഒരു ടീം ഇട്ടു, ഇതാ സേവ് ചെയ്തു ₹0 കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനത്തെ കോൺടെസ്റ്റുകളൊക്കെ ഉള്ള ആപ്ലിക്കേഷൻ നമ്മുടെ വിഷൻ 11 ഇതുവരെ ട്രൈ ചെയ്യാത്തതിനെ തീർച്ചയായും ട്രൈ ചെയ്യാം. നമ്മൾ ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു കോൺടെസ്റ്റിൽ ₹5,000 ഫസ്റ്റ് വന്നത്. അങ്ങനെ കുറേ എമൗണ്ട് ഉണ്ട്. ₹50,000 വരെ ഒരു ഗീവ് കൊടുക്കും. പിന്നെ അതുപോലെ ഒരുപാട് വെറൈറ്റി എൻട്രി ഫീസും കാര്യങ്ങൾ ₹6 H4 ഒക്കെ ഉള്ള ഒരു ഏക ആപ്ലിക്കേഷനാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കളിക്കുക, അല്ലാത്ത ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ട് ഉണ്ടാതിരിക്കുക. അപ്പോൾ പ്രോബബിലിറ്റി പ്ലേയിങ്ങിലോ നോക്കിക്കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിലാണെങ്കിൽ നമ്മുടെ ഇഷാൻ കിഷൻ, അതുപോലെ തന്നെ നമാൻദീർ, സൂര്യകുമാർ യാദവ്, നഹിൽ വധേര, അതുപോലെ തന്നെ തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, ടിം ഡേവിഡ്, അതുപോലെ തന്നെ കംബോജ്, അതുപോലെ തന്നെ പീയൂഷ് ചോള, ജാസ്പ്രീത് ബുംറ, നവാൻ തുഷാർ, അത്രയും പേരാണുള്ളത്. രോഹിത് ശർമ്മ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലക്നൌവിലാണ് നോക്കിയാൽ ഡി കൊക്ക്, KL രാഹുൽ, മാർക്കസ് സ്റ്റോണിസ്, അതുപോലെ തന്നെ ദീപക് ഹോള, നിക്കോളാസ് പൂറൻ, കൃണോൾ പാണ്ഡ്യ, അതുപോലെ തന്നെ യുദ്വീർ മറ്റേ ചരക്ക് യുദ്വീർ സിംഗ് ചരക്ക്, അതുപോലെ തന്നെ അർഷാദ് ഖാൻ, അതുപോലെ തന്നെ രവി ബിഷ്ണോയ്, നവീൻ, മൊഷൈൻ ഖാൻ, ഇത്രയും പേരാണുള്ള. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ആയുഷ് ബദോനി വരാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും 2 പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യാനെന്ന് ചോദിച്ചാൽ ജാസ്പ്രീത് ബുംറയും KL രാഹുലിനെയും തീർച്ചയായിട്ടും നിങ്ങൾ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ കീ പ്ലേയേഴ്സായിട്ട് എനിക്കെടുത്ത് പറയാനുള്ളത് നമ്മുടെ സൂര്യകുമാർ യാദവും ജാസ്പ്രീത് ബുംറയും തന്നെ, അതുപോലെ തന്നെ KL രാഹുലും മാർക്കസ് സ്റ്റോണിസുമാണ്. തീർച്ചയായിട്ടും ഇവരൊക്കെ നിങ്ങളുടെ ടീമിൽ വേണം. അപ്പോൾ മുംബൈത്തെ കീ പ്ലേയേഴ്സിനെ പറ്റി പറയുമ്പോൾ 21 വയസ്സായ നമ്മുടെ ടീം തിലക് വർമ്മയെ പറ്റിയാണ് ആദ്യം പറയാനുള്ളത്. റീസെൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. സോ നല്ല രീതിയിൽ അദ്ദേഹം റൺസ് സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് മത്സരത്തിൽ നമ്മുടെ ലക്നൌവിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു 7 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. ബട്ട് എന്നാലും നല്ലൊരു പ്ലെയറാണ്. സൂര്യകുമാർ യാദവ് ആണെങ്കിൽ റീസെൻ്റായിട്ട് കളിക്കുന്ന മത്സരങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫോമുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു നട്ടില്ലെന്ന് നമുക്ക് അദ്ദേഹത്തെ പറയാം. സോ അദ്ദേഹം തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഈ ഒരു IPL സീസണിൽ നല്ലൊരു പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പീയൂഷ് ചോളി ആണെങ്കിൽ റീസെൻ്റായിട്ട് കളിച്ച മത്സരങ്ങളിൽ 2-3 വിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ
മെയിൻ വിക്കറ്റ്സായ വെങ്കിടേഷ് അയ്യർ, ആൻഡ്രെ റസലിനൊക്കെ അഗെയിൻസ്റ്റ് KKR ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെയൊക്കെ വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജാസ്പ്രീത് ബൂംറ ആണെങ്കിലും എല്ലാ മത്സരങ്ങളും 2 to 3 വിക്കറ്റ്സ് വരെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫോമിലാണ്. അതുപോലെ തന്നെ ഈ ഒരു പിച്ചിൽ ഇവർക്ക് പീയൂഷ് ചോള, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ജാസ്പ്രീത് ബൂംറ ഇവർക്കൊക്കെ നല്ല റെക്കോർഡ്സുള്ള പ്ലെയേഴ്സാണ്. സോ മസ്റ്റായിട്ട് നിങ്ങളുടെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ LST ആണെങ്കിൽ നമ്മുടെ KL രാഹുലാണ്. റീസെൻ്റായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹം റൺസ് സ്കോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പറും കൂടി ചെയ്യുന്നതുകൊണ്ട് 2 ഡ്യുവൽ അഡ്വാൻറ്റേജാണ് അദ്ദേഹം നമ്മുടെ ടീമിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നിക്കോളസ് പൂറൻ ആണെങ്കിൽ അത്യാവശ്യം എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 61 റൺസ് എടുത്തായിരുന്നു 21 ബോളിൽ. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് കളിച്ച മത്സരങ്ങളൊക്കെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ എന്നുള്ള രീതിക്ക് നമ്മുടെ നിക്കോളസ് പൂറൻ ഈസ് എ ഗുഡ് ബാറ്റ്സ്മാൻ. അതേപോലെ തന്നെ നവീൻ ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഫാസ്റ്റ് ബോളറാണ്. റീസെൻ്റായിട്ട് കളിച്ച മത്സരം 2 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രവി ബിഷ്ണോയ് ആണെങ്കിൽ സ്പിന്നറാണ്. അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 1 വിക്കറ്റ്സും 26 റൺസ് മാത്രമേ കൊടുത്തുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ എക്കണോമി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്ന ഒരു ബോളറാണ് ബിഷ്ണോയ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുകയാണെങ്കിൽ കൂടുതലും നമ്മുടെ മുംബൈ വിൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെന്നൊരു തോന്നല്. ബട്ട് എന്നാലും വിക്കറ്റ്സ് എന്തായാലും വീഴും കേട്ടോ. വിക്കറ്റ്സ് വീഴുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. മിനിമം ഒരു 15 വിക്കറ്റെങ്കിലും 2 ടീമിൻ്റെ കയ്യിൽ നിന്നും കൂടെ വീഴാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ടീം ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ KL രാഹുൽ, അതുപോലെ തന്നെ നിക്കോളസ് പൂറൻ, ഇഷാൻ കിഷൻ 3 ആളെ ഞാൻ അവിടെ പിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബൗളേഴ്സിലാണെങ്കിൽ നമ്മുടെ ജാസ്പ്രീത് ബൂംറ, നവീൻ 2 ആൾ വേണം. അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോണിസ്, ഹാർദിക് പാണ്ഡ്യ, ദെൻ തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്. നമ്മുടെ ടീം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അർഷാദ് ഖാനെ കൂടെ പിക്ക് ചെയ്യട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾറൗണ്ടറാണ്. റീസെൻ്റായിട്ട് കളിച്ച മത്സരങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം 5 സിക്സ് എടുത്തിട്ടുണ്ട്, 58 റൺസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൗളിങ്ങും ചെയ്യുന്നതുകൊണ്ട് ഒരു ഡ്യുവൽ അഡ്വാൻറ്റേജ് എന്നുള്ള ഓപ്ഷനിൽ അദ്ദേഹം നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ ഇടാൻ പറ്റിയ ഒരു സേഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു നല്ലൊരു ഓപ്ഷനാണ്. 3 ഓവറും ചെയ്യുന്നുണ്ട്. റീസെൻ്റായിട്ട് മത്സരം 3 ഓവറും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണേൽ ഈ ടീമിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താം. നമുക്ക് തിലക് വർമ്മയെ, സൂര്യകുമാർ യാദവ്, രോഹിത്തിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ബൗളേഴ്സിനെ മാത്രം ഇട്ട് കളിക്കാം. അത് നമുക്ക് ലൈനപ്പ് അനൗൺസ് ചെയ്തിട്ട് ആ ഒരു രീതിക്ക് ടീം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ടീം ഞാൻ തീർച്ചയായിട്ടും നമുക്ക് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ നമ്മുടെ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം, അല്ലാതെ ഇത് മെയിൻ ടീമൊന്നും അല്ല കേട്ടോ. നമ്മുടെ KL രാഹുൽ, നിക്കോളസ് പൂറൻ, ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോണിസ്, ഹാർദിക് പാണ്ഡ്യ, ജാസ്പ്രീത് ബൂംറ, നവീൻ, അർഷാദ് ഖാൻ ഇത്രയും പേരെ നമ്മുടെ ടീമിൽ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യില്ല, തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.